നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരിച്ചടിയുടെ ആഘാതത്തിൽ തകർന്ന കെ മുരളീധരനെ ആശ്വസിപ്പിക്കാനും അനുനയിക്കാനും സഹപ്രവർത്തകർ രംഗത്ത് വന്നു. തൽക്കാലം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുരളീധരനെ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്ന താൽപ്പര്യം പ്രവർത്തകരും നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൈവശമാണ്. മണ്ഡലത്തിൽ BJPക്ക് വ്യക്തമായ സ്വാധീനവുമുണ്ട്. BJP വോട്ടുകൾ വർദ്ധിക്കുന്നത് UDFിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുന്നുമുണ്ട്. അവസാന നിമിഷം സർജിക്കൽ സ്ട്രൈക്ക് എന്ന പോലെ വടകര മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് BJPയെ നേരിടാൻ മുരളിയെ ഇറക്കുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷകൾ ഏറെയുണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPയെ പരാജയപ്പെടുത്തിയത് മുരളിയുടെ സാന്നിധ്യമാണ്. BJPയിലേക്ക് പോയ വോട്ടുകൾ മിക്കതും തിരികെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് മുരളീധരനാണ്. അതുപോലെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ പത്മജയുടെ സഹോദരൻ മുരളിയെ തന്നെ കളത്തിൽ ഇറക്കിയാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. എന്നാൽ ആ രാഷ്ട്രീയ പരീക്ഷണം പാളി എന്ന് മാത്രമല്ല, അതുണ്ടാക്കിയ അലയൊലി അടുത്തെങ്ങും അടങ്ങില്ല എന്ന് കോൺഗ്രസിന് നല്ല ബോധ്യവുമുണ്ട്. തൃശ്ശൂരിൽ മുരളീധരൻ 3ാം സ്ഥാനത്താണ് എന്നതാണ് പരാജയത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നത്. മുരളീധരനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തിലെ നേതാക്കൾക്കെതിരെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വന്നേക്കാമെന്ന് മുന്നിൽ കണ്ട് അനുനയ ശ്രമങ്ങളിലാണ് ഇപ്പോൾ നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്ത് ദൗത്യമേൽപ്പിച്ചാലും അതിനിറങ്ങുന്ന പോരാളിയാണ് കെ മുരളീധരൻ എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവും ഐ ഗ്രൂപ്പിൻ്റെ പ്രമുഖ മുഖവുമായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. മുരളിയുടെ പരാജയത്തിൽ ദുഃഖമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വടകര MP ആയിരിക്കെ നേമത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചത്. വട്ടിയൂർക്കാവ് MLA ആയിരിക്കെയാണ് പാർട്ടിയുടെ ആവശ്യപ്രകാരം 2019 വടകരയിൽ നിന്ന് പാർലമെൻറ്റിലേക്കും മുരളീധരൻ മത്സരിച്ചത്. ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ടും തൃശ്ശൂരിൽ പരാജയപ്പെട്ടതിന് ജില്ലാ നേതാക്കളെയാണ് മുരളീധരൻ കുറ്റപ്പെടുത്തുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണൂത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടാണ് മുരളീധരൻ പ്രതികരിച്ചത്. ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം പിറകിൽ നിന്ന് കുത്തിയെന്ന പരാതി മുരളിക്കുണ്ട്. വിമർശനങ്ങളോട് കരുതലോടെ പ്രതികരിക്കാവൂ എന്നാണ് നേതാക്കൾക്ക് കോൺഗ്രസിൻ്റെ നിർദ്ദേശം. മുരളിയെ അധികം പിണക്കാതെ കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മുരളിയെ കൊണ്ടുവന്നേക്കും എന്ന സൂചനയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അതിൽ കേരളത്തിലെ വയനാട് സീറ്റ് രാഹുൽ ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അവിടെ മുരളീധരനെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. ലീഗിനും സ്വീകാര്യനായ നേതാവാണ് എന്നത് ഇക്കാര്യത്തിൽ അനുകൂല ഘടകമാണ്. ഇതിനൊപ്പം മറ്റൊരു സാധ്യത ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കെ സുധാകരന് പകരം KPCC അധ്യക്ഷ സ്ഥാനം നൽകുക എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റിൽ വീണ്ടും മത്സരിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന്. മുരളീധരൻ മത്സരിക്കാൻ വരണമെന്ന് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൊടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം AICCയുടേതാണ്. അക്കാര്യത്തിൽ മറ്റ് ഗ്രൂപ്പുകളെയും വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും. പകരം UDF കൺവീനർ സ്ഥാനം നൽകുന്നതും ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായ ലീഗിനും എതിർപ്പില്ല. എന്നാൽ നിലവിലെ കൺവീനർ MM ഹസൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് കണക്കിലെടുക്കേണ്ടി വരും. മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ ഘടകകക്ഷികൾക്ക് താൽപ്പര്യമുണ്ട്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഐ ഗ്രൂപ്പ് കൂടുതൽ കരുത്തരാകുന്നതിന് ഇത് ഇടയാക്കും. അത് A ഗ്രൂപ്പിനും കെ സുധാകരനും താൽപ്പര്യമുണ്ടാകില്ല. എന്നിരുന്നാലും 1.5 വർഷത്തോളം കഴിഞ്ഞാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് തലേദിവസം മുരളീധരൻ നടത്തിയ പരിഹാസങ്ങളും ഒക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു. കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഫലമായിരിക്കും BJPക്ക് കിട്ടുക എന്നായിരുന്നു അദ്ദേഹം ആദ്യം നടത്തിയത്. പിന്നീട് BJP അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കും, താമര വാടി വീഴും തുടങ്ങിയ പ്രസ്താവനകൾ മുരളീധരൻ നടത്തിയതും വലിയ തർക്കവിഷയമായിരുന്നു. അതിനുശേഷം മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തൃശ്ശൂരിൽ പിന്തള്ളപ്പെട്ടപ്പോൾ മുരളീധരനെ ട്രോളിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുമൊക്കെ BJP നേതാക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തു.